നമസ്കാരം, സ്വാഗതം ഫസ്റ്റ് റൗണ്ടപ്പിലേക്ക്. സമഗ്രമായ വാർത്തകൾ നോക്കാം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. പുതിയ മദ്യനയത്തിലുടക്കുമായി CPI. ഡ്രൈഡേ ഇളവിലും കള്ളുഷാപ്പുകളുടെ ദൂരപരിധിയിലും കൂടുതൽ ചർച്ച വേണമെന്ന മന്ത്രിസഭാ യോഗത്തിൽ CPI മന്ത്രിമാർ. മദ്യനയം വൈകും. എലപ്പുള്ളിയിലെ മദ്യനിർമ്മാണശാലയിൽ MP രാജേഷിന്റെ സംവാദ വെല്ലുവിളിക്ക് ചെന്നിത്തലയുടെ മറുപടി. VK ശ്രീകണ്ഠൻ MPയെ സംവാദത്തിന് അയക്കാമെന്ന് ചെന്നിത്തല. VK ശ്രീകണ്ഠൻ അതുകൊണ്ട് പാലക്കാട് MPയുമായിട്ട് അദ്ദേഹം സംവാദം നടത്തട്ടെ, അതാണ് ഏറ്റവും നല്ലത്. എന്നോട് സംവാദം നടത്തേണ്ട കാര്യമില്ല. മദ്യനിർമ്മാണശാലയ്ക്കെതിരെ LDF യോഗത്തിൽ എതിർപ്പുയർത്താനൊരുങ്ങി CPI. പാർട്ടി ആവശ്യപ്പെട്ടിട്ടും ലേഖന വിവാദത്തിൽ നിലപാട് തിരുത്താത്ത ശശി തരൂരിന് വേണ്ടി ചൂണ്ടയിട്ട് DYFI. അടുത്ത മാസം നടക്കുന്ന സ്റ്റാർട്ടപ്പ് ഫെസ്റ്റിവലിലേക്ക് തരൂരിന് DYFIയുടെ ക്ഷണം. ക്ഷണിച്ചത് ഡൽഹിയിൽ A. റഹീമും VK സനോജും നേരിട്ടെത്തി. നേരത്തെ നിശ്ചയിച്ച പരിപാടികളുള്ളതിനാൽ പങ്കെടുക്കാൻ കഴിയില്ലെന്നും പരിപാടിക്ക് ആശംസ നേർന്നെന്നും DYFI. പാർട്ടി തിരുത്തിയെന്നും അടഞ്ഞ അധ്യായമെന്നും K. മുരളീധരൻ. മന്ത്രി P. രാജീവിന്റെ അവകാശവാദം വിശ്വസിച്ച തരൂരിന്റെ നിലപാട് പിശകെന്ന മാത്യു കുഴൽനാടൻ. അതിരപ്പള്ളിയിൽ മസ്തകത്തിൽ പരിക്കേറ്റ കാട്ടാനയെ മയക്കുവെടിവെച്ച് കോടനാട്ടെത്തിച്ചു. ആനയ്ക്ക് വിദഗ്ധ ചികിത്സ നൽകുമെന്ന് വനം മന്ത്രി. ആനയുടെ മസ്തകത്തിലേത് ഗുരുതര പരിക്ക്. ഇപ്പോൾ ഒന്നും പറയാനാകില്ലെന്ന് അരുൺ സക്കറിയ. മയക്കുവെടിയേറ്റ കാട്ടാനയെ താങ്ങി നിർത്താൻ ശ്രമിച്ച് ഏഴാറ്റുമുഖം ഗണപതി എന്ന കാട്ടാന. തൃശൂർ പീച്ചിയിൽ 60-കാരനായ ആദിവാസിയെ കാട്ടാന ചവിട്ടിക്കൊന്നു. കോഴിക്കോട് CPM CPI സർവീസ് സംഘടനകൾ തമ്മിൽ പോര്. NGO യൂണിയൻ അംഗങ്ങളെ ജോയിന്റ് കൌൺസിൽ ഇടപെട്ട സ്ഥലം മാറ്റിച്ചെന്നാരോപിച്ച് കലക്ടറേറ്റ് ഉപരോധം. റവന്യൂ ഓഫീസുകളുടെ പ്രവർത്തനം സ്തംഭിച്ചു. CPM ഭരിക്കുന്ന വകുപ്പ് ഓഫീസുകളിൽ സമരം ചെയ്യുമെന്ന് ജോയിന്റ് കൌൺസിൽ. UGC കരട് നയത്തിനെതിരെ സർക്കാർ നാളെ നടത്തുന്ന കൺവെൻഷന്റെ ചെലവുകൾ അതത് സർവകലാശാലകൾ വഹിക്കണമെന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ്. പങ്കെടുക്കുന്ന അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും അവധി. നടക്കുന്നത് UGCക്കെതിരായ സമരമെന്ന് ചൂണ്ടിക്കാട്ടി ഗവർണർക്ക് കേരള VC മോഹനൻ കുന്നുമ്മലിന്റെ കത്ത്. കൺവെൻഷനിൽ പങ്കെടുക്കില്ലെന്ന് കേരള യൂണിവേഴ്സിറ്റിയിലെ BJP സിൻഡിക്കേറ്റ് അംഗങ്ങൾ. സെക്രട്ടേറിയറ്റിനു മുന്നിൽ സമര പെരുമഴ. ഇന്ന് നടക്കുന്നത് 10ഓളം സമരങ്ങൾ. MG റോഡിൽ ഗതാഗത നിയന്ത്രണം. കയർ മേഖലയോടുള്ള അവഗണനയ്ക്കെതിരെ സമരവുമായി AITUC. ഗ്രാന്റ് ലഭിക്കാതെ അടച്ചുപൂട്ടാനൊരുങ്ങുന്ന സ്പെഷ്യൽ സ്കൂളുകളും സെക്രട്ടേറിയറ്റ് നടയിൽ. ആശാവർക്കർമാരുടെ സമരം ഇന്ന് 10ാം ദിവസം. സമരം ചെയ്യുന്ന ആശാവർക്കർമാർക്കെതിരെ സമരം ചെയ്യാൻ ഇത് സ്റ്റാലിന്റെ റഷ്യയല്ലെന്ന VD സതീശൻ. സ്റ്റാലിന്റെ റഷ്യയല്ല, ഇത് നമ്മുടെ കേരളമാണ്. ക്രിക്കറ്റ് ആവേശങ്ങൾക്ക് തിരികൊളുത്തി ICC ചാമ്പ്യൻസ് ട്രോഫിക്ക് ഇന്ന് തുടക്കം. ആദ്യ മത്സരം ആതിഥേയരായ പാകിസ്ഥാനും ന്യൂസിലൻഡും തമ്മിൽ. ഇന്ത്യയുടെ മത്സരം നാളെ ബംഗ്ലാദേശുമായി. രഞ്ജി ട്രോഫി സെമിയിൽ കേരളത്തിന് കൂറ്റൻ സ്കോർ. കരുത്തായി മുഹമ്മദ് അസ്റുദ്ദീന്റെ ഇന്നിംഗ്സ്. ചാമ്പ്യൻസ് ലീഗിൽ ഇന്ന് റയൽ മാഡ്രിഡ് മാഞ്ചസ്റ്റർ സിറ്റി പോരാട്ടം. ഡ്രൈഡേ ഒഴിവാക്കുന്നതുൾപ്പെടെയുള്ള വ്യവസ്ഥകളിലെ CPI എതിർപ്പിനെ തുടർന്ന് പുതിയ മദ്യനയം പരിഗണിക്കുന്നത് മന്ത്രിസഭായോഗം മാറ്റിവെച്ചു. 1-ാം തീയതി മദ്യം വിളമ്പാൻ ടൂറിസം കേന്ദ്രങ്ങളിൽ ഇളവ് നൽകുന്നതിൽ കൂടുതൽ വ്യക്തത വേണമെന്ന ആവശ്യം യോഗത്തിൽ ഉയർന്നു. കള്ളുചെത്ത് മേഖലയുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകളിൽ CPI മന്ത്രിമാരും എതിർപ്പറിയിച്ചു. 2024-25 മദ്യനയമാണ് സാമ്പത്തിക വർഷം അവസാനിക്കുന്നതിന് തൊട്ടുമുമ്പ് മന്ത്രിസഭാ യോഗത്തിന്റെ പരിഗണനയിലേക്ക് കൊണ്ടുവന്നത്. എന്നാൽ മദ്യനയവുമായി ബന്ധപ്പെട്ട ചില സംശയങ്ങൾ CPIയുടെ മന്ത്രിമാരടക്കം മുന്നോട്ട് വെച്ചു. ടൂറിസം മേഖലയിൽ കൂടുതൽ ഇളവ് നൽകുന്നതായിരുന്നു പുതിയ മദ്യനയം. 4 സ്റ്റാർ 5 സ്റ്റാർ ഹോട്ടലുകൾക്ക് 1-ാം തീയതി മദ്യം വിളമ്പാം. ടൂറിസവുമായി ബന്ധപ്പെട്ട പരിപാടികൾ, സെമിനാറുകൾ എന്നിവയുണ്ടെങ്കിൽ മാത്രം മദ്യം വിളമ്പാൻ അനുമതി നൽകാം. ഇതിനായി പ്രത്യേകം പണമടച്ച് ലൈസൻസ് നേടണം. ഈ വ്യവസ്ഥകളിൽ മന്ത്രിസഭാ യോഗത്തിൽ വ്യത്യസ്തമായ അഭിപ്രായമുണ്ടായി.
കള്ളുചെത്ത് വ്യവസായവുമായി ബന്ധപ്പെട്ട് CPI മന്ത്രിമാർ എതിർപ്പറിയിച്ചു. കള്ളുഷാപ്പുകളുടെ ദൂരപരിധി കുറയ്ക്കണം എന്ന ആവശ്യം നേരത്തെ ഉയർന്നു വന്നിരുന്നു. ഘടകകക്ഷികളുമായി CPM ചർച്ച നടത്തി വേഗത്തിൽ മന്ത്രിസഭയുടെ പരിഗണനയിലേക്ക് വീണ്ടും മദ്യനയം കൊണ്ടുവരാനാണ് തീരുമാനം. മീഡിയ 1 തിരുവനന്തപുരം. പാലക്കാട് എലപ്പുള്ളിയിൽ മദ്യനിർമ്മാണ കമ്പനിക്ക് അനുമതി നൽകിയതിലെ വിവാദത്തിൽ പരസ്യ സംവാദത്തിനുള്ള മന്ത്രി MP രാജേഷിന്റെ വെല്ലുവിളി ഏറ്റെടുത്ത് രമേശ് ചെന്നിത്തല. തനിക്ക് വേണ്ടി പാലക്കാട് MP VK ശ്രീകണ്ഠൻ സംവാദത്തിൽ പങ്കെടുക്കുമെന്ന് ചെന്നിത്തല പറഞ്ഞു. എക്സൈസ് മന്ത്രി മദ്യ കമ്പനികളുടെ വക്താവാണ്. ജനങ്ങളെ മന്ത്രി വെല്ലുവിളിക്കുകയാണെന്നും ചെന്നിത്തല പറഞ്ഞു. അദ്ദേഹം എന്നെ എന്തോ സംവാദത്തിന് വിളിച്ചു എന്ന് പറഞ്ഞു. ഞാൻ സംവാദത്തിന് VK ശ്രീകണ്ഠൻ MPയെ നിയോഗിക്കുകയാണ്. കാരണം ശ്രീ രാജേഷിനെ തോൽപ്പിച്ച ആളാണ് VK ശ്രീകണ്ഠൻ, അവിടുത്തെ MP-യാണ്. അദ്ദേഹം തയ്യാറായിട്ടുണ്ട് സംവാദത്തിന്. അതുകൊണ്ട് പാലക്കാട് MPയുമായിട്ട് അദ്ദേഹം സംവാദം നടത്തട്ടെ, അതാണ് ഏറ്റവും നല്ലത്. എന്നോട് സംവാദം നടത്തേണ്ട കാര്യമില്ല. അദ്ദേഹത്തെ തോൽപ്പിച്ച ഒരു പാർലമെൻറ്റ് അംഗമായ ശ്രീകണ്ഠനുണ്ടല്ലോ, അദ്ദേഹം അതിന് മറുപടി പറയട്ടെ. കേരളത്തിലെ വ്യവസായത്തെ പുകഴ്ത്തി പുലിവാല് പിടിച്ച AICC പ്രവർത്തക സമിതി അംഗം ഡോക്ടർ ശശി തരൂരിനെ സ്റ്റാർട്ടപ്പ് ഫെസ്റ്റിലേക്ക് ക്ഷണിച്ച DYFI. അഖിലേന്ത്യാ അധ്യക്ഷൻ A റഹീമും സംസ്ഥാന സെക്രട്ടറി VK സനോജും ഡൽഹിയിലെത്തിയാണ് തരൂരിനെ ക്ഷണിച്ചത്. പരിപാടിക്ക് തരൂർ ആശംസകൾ നേർന്നതായി നേതാക്കൾ പറഞ്ഞു. തരൂരുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ അടഞ്ഞ അധ്യായമാണെന്ന് K മുരളീധരൻ പ്രതികരിച്ചു. കേരളത്തിലെ വ്യവസായത്തെ പുകഴ്ത്തി ശശി തരൂർ MP എഴുതിയ ലേഖനം കോൺഗ്രസിൽ വലിയ പൊട്ടിത്തെറികൾക്ക് വഴിവെച്ചിരുന്നു. രാഹുൽ ഗാന്ധി വരെ വിഷയത്തിൽ ഇടപെട്ടു. വിവാദം താൽക്കാലികമായി അവസാനിച്ചെന്ന് കോൺഗ്രസ് ഹൈക്കമാൻഡ് കരുതുന്നുണ്ടെങ്കിലും തരൂരിന്റെ അതൃപ്തി പൂർണ്ണമായി മാറിയിട്ടില്ലെന്നാണ് സൂചന. ഇതിനിടയിലാണ് മാർച്ച് 1-2 തീയതികളിൽ തിരുവനന്തപുരത്ത് നടക്കുന്ന കേരള യൂത്ത് സ്റ്റാർട്ടപ്പ് ഫെസ്റ്റിവലിലേക്ക് തരൂരിനെ DYFI നേതാക്കൾ ക്ഷണിച്ചത്. അഖിലേന്ത്യാ അധ്യക്ഷൻ A റഹീം, സംസ്ഥാന സെക്രട്ടറി VK സനോജ് എന്നിവർ ഡൽഹിയിൽ വെച്ചാണ് തരൂരിനെ പരിപാടിയിലേക്ക് ക്ഷണിച്ചത്. ഈ തീയതികളിൽ നേരത്തെ തീരുമാനിച്ച കുറച്ച് പരിപാടികളുണ്ടെന്നും നല്ല പരിപാടിയാണെന്നും തരൂർ പറഞ്ഞതായി DYFI നേതാക്കൾ അവകാശപ്പെട്ടു. വളരെ നല്ല പരിപാടിയാണെന്ന് പറഞ്ഞു. പക്ഷേ എനിക്കിപ്പോൾ ആ പരിപാടി പങ്കെടുക്കാൻ ഞാൻ നേരത്തെ ഏറ്റുപോയ 1-2 പരിപാടികളുണ്ട്. പക്ഷേ നല്ല പരിപാടിയാണ്, എന്നെ വിളിച്ചതിൽ നന്ദിയുണ്ട് എന്ന് പറഞ്ഞു. പിന്നെ വികസനത്തിന് പ്രത്യേകിച്ച് ഞാൻ രാഷ്ട്രീയം കാണാറില്ല എന്നും അദ്ദേഹം പറയുണ്ടായി. തരൂരുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ അടഞ്ഞ അധ്യായമാണെന്ന് K മുരളീധരൻ. അദ്ദേഹത്തിൻ്റെ ലേഖനം പാർട്ടി അത് തള്ളിക്കഴിഞ്ഞു. അപ്പോൾ ഇനി അതിനെക്കുറിച്ച് കൂടുതൽ ഡിസ്കഷൻ ആവശ്യമില്ല. പരിപാടിയിൽ തരൂർ പങ്കെടുക്കില്ലെങ്കിലും നിലവിലെ കോൺഗ്രസിലെ ആഭ്യന്തര പ്രശ്നങ്ങളിൽ DYFI ക്ഷണവും ചർച്ചകളിലേക്ക് വരാനാണ് സാധ്യത. മീഡിയ 1 തിരുവനന്തപുരം. സംസ്ഥാനത്ത് വീണ്ടും ജീവനെടുത്ത് കാട്ടാന. തൃശൂർ പീച്ചിയിൽ 60-കാരനെ കാട്ടാന കുത്തിക്കൊന്നു. താമര വെള്ളച്ചാൽ സ്വദേശി പ്രഭാകരനാണ് കൊല്ലപ്പെട്ടത്. വനത്തിനുള്ളിൽ വനവിഭവം ശേഖരിക്കാൻ പോയപ്പോഴാണ് ആദിവാസി വയോധികന് നേരെ ആക്രമണമുണ്ടായത്. കൂടെയുണ്ടായിരുന്ന മകൻ പ്രശോഭും മരുമകൻ ലിജോയും ഓടി രക്ഷപ്പെടുകയായിരുന്നു. മൃതദേഹം അല്പസമയത്തിനകം വനത്തിന് പുറത്തേക്കെത്തിക്കും. അതിരപ്പള്ളിയിൽ മസ്തകത്തിന് പരിക്കേറ്റ കാട്ടുകൊമ്പന് വനം വകുപ്പ് ചികിത്സ തുടങ്ങി. ആനയെ മയക്കുവെടിവെച്ച് കോടനാട് ആന പരിപാലന കേന്ദ്രത്തിലെ കൂട്ടിലാക്കി. ആനയുടെ ആരോഗ്യനില നിലവിൽ തൃപ്തികരമാണ്. മസ്തകത്തിൽ പരിക്കേറ്റ ആനയെ പുലർച്ചെ ചൊക്ലേ ഭാഗത്ത് എണ്ണപ്പനത്തോട്ടത്തിലാണ് കണ്ടെത്തിയത്. ഒപ്പം കൊമ്പൻ ഏഴാറ്റുമുഖം ഗണപതിയും ഉണ്ടായിരുന്നു. 6:30 പരിക്കേറ്റ കൊമ്പനും ഗണപതിയും പുഴ മുറിച്ചു കടന്ന് 14-ാം ബ്ലോക്കിലേക്ക്. നിമിഷനേരം കൊണ്ട് അരുൺ സക്രിയും സംഘവും ആനയുടെ അടുത്തേക്ക്. ഒട്ടും സമയം പാഴാക്കാതെ ആദ്യ ഡോസ് മയക്കുവെടി നൽകി. അതോടെ ഗണപതി പരിക്കേറ്റ ആനയുമായി റിസർവ് വനം ലക്ഷ്യമാക്കി നീങ്ങി. വനത്തിലെത്തും മുമ്പേ കൊമ്പൻ തളർന്നു. ഗണപതി താങ്ങി നിർത്തിയെങ്കിലും അത് അധിക നേരം നീണ്ടുനിന്നില്ല. ആന വീണതോടെ ആകാശത്തേക്ക് വെടിവെച്ച് ഗണപതിയെ വനംവകുപ്പ് തുരത്തി. കുങ്കികളെ എത്തിച്ച് കവചം തീർത്തു. വീണത് ആശങ്ക പടർത്തിയെങ്കിലും അതിന് ചികിത്സ നൽകാനുള്ള അവസരമായി വനംവകുപ്പ് ഉപയോഗിച്ചു. പ്രാഥമിക ചികിത്സയും ആന്റിഡോട്ടും ഗ്ലൂക്കോസും നൽകി. ക്ഷീണം മാറിയെന്ന് ബോധ്യമായതോടെ കുങ്കികളെ ഉപയോഗിച്ച് കൊമ്പനെ എഴുന്നേൽപ്പിച്ചു. ആന എഴുന്നേറ്റിട്ടും കുറച്ചുനേരം വനംവകുപ്പ് കാത്തുനിന്നു. മറ്റു പ്രശ്നങ്ങളില്ല എന്ന് ഉറപ്പുവരുത്തി. പിന്നാലെ കുങ്കി കുഞ്ചുവിന്റെ നേതൃത്വത്തിൽ ആനയെ ലോറിയിലേക്ക് കയറ്റി. പാതി മയക്കത്തിലും കൊമ്പൻ ലോറിയിൽ കയറുന്നതിനുള്ള എതിർപ്പ് പ്രകടിപ്പിച്ചു. മുറിവ് ആഴത്തിലുള്ള വലിയൊരു മുറിവാണ്. അതിന്റെ പഴുപ്പുണ്ട്, അതിന്റെ സെപ്റ്റിസിമി എന്ന കണ്ടീഷൻ ഉണ്ട് ആനയ്ക്കുണ്ട്. അത് ഇത് ചെയ്യാനുള്ള മരുന്നൊക്കെ കൊടുത്ത് ഇനി ഒരു 1.5 മാസം കണ്ടിന്യൂസ് ആയിട്ട് ട്രീറ്റ് ചെയ്യേണ്ടി വരും. അതിരപ്പള്ളിയിൽ നിന്ന് 1 മണിക്കൂറിനുള്ളിൽ ആനയെ കോടനാട് എത്തിച്ച് കൂട്ടിലാക്കി.
മയക്കുപിടി താങ്ങാനുള്ള ആരോഗ്യനില ആനയ്ക്കുണ്ടോ എന്ന ആശങ്കയിൽ തുടങ്ങി ഒരുപാട് വെല്ലുവിളികൾ മറികടന്നാണ് വനംവകുപ്പ് ഈ ദൗത്യം വിജയിപ്പിച്ചെടുത്തത്. നിലവിൽ ആനയുടെ ആരോഗ്യനില തൃപ്തികരമാണ്. മുറിവുണങ്ങും വരെ കൊമ്പനിനി കോടനാടാണ് വീട്. തൃശൂരിൽ നിന്നും ടീം മീഡിയ 1. ഭരണാനുകൂല സർവീസ് സംഘടനകളുടെ തമ്മിലടിയിൽ താളം തെറ്റി കോഴിക്കോട് സിവിൽ സ്റ്റേഷനിലെ ഓഫീസുകൾ. ജീവനക്കാരെ അന്യായമായി സ്ഥലം മാറ്റുന്നുവെന്നാരോപിച്ച് NGO യൂണിയൻ അംഗങ്ങൾ സമരത്തിനിറങ്ങി. ജില്ലാ കലക്ടറെയും ഉപരോധിച്ചു. രാഷ്ട്രീയ പ്രേരിതമായ സമരം തുടർന്നാൽ CPM ഭരിക്കുന്ന മറ്റു വകുപ്പുകളിൽ സമരം സംഘടിപ്പിക്കാനൊരുങ്ങുകയാണ് ജോയിന്റ് കൌൺസിൽ. താമരശ്ശേരി താലൂക്ക് ഓഫീസിൽ 2 ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റിയതിനെ തുടർന്നാണ് CPM CPI അനുകൂല സർവീസ് സംഘടനകളുടെ തമ്മിലടി ആരംഭിച്ചത്. സ്ഥലം മാറ്റം ജോയിന്റ് കൌൺസിലിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങിയെന്നാരോപിച്ച് NGO യൂണിയൻ പ്രവർത്തകർ കോഴിക്കോട് ജില്ലാ കളക്ടറുടെ ചേംബറിന് മുന്നിലും ADMന്റെ ഓഫീസിന് മുന്നിലും കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. താമരശ്ശേരി, വടകര, കൊയിലാണ്ടി താലൂക്ക് ഓഫീസുകളിലും പ്രതിഷേധം സംഘടിപ്പിച്ചു. ചില സ്ഥാപിത താല്പര്യക്കാരുടെ സ്വകാര്യ താല്പര്യത്തിന് വേണ്ടി ഏകപക്ഷീയമായി മാനദണ്ഡ വിരുദ്ധമായി ADM സ്ഥലം മാറ്റിയിരിക്കുകയാണ്. എന്നാൽ NGO യൂണിയൻ സമരം രാഷ്ട്രീയ പ്രേരിതമാണെന്നും ലീവ് എടുക്കാതെ പണിമുടക്കുന്നത് ശരിയല്ലെന്നും ജോയിന്റ് കൌൺസിൽ നേതാക്കൾ മീഡിയ 1നോട് പറഞ്ഞു. ഇതിന്റെ പിന്നിൽ ഒരു രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള ഒരു സമരമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരേ സീറ്റ് തന്നെ 3 വർഷത്തിലധികം ഇരിക്കുന്ന ആളുകളെ മാറ്റണം എന്നുള്ള ഗവൺമെന്റിന്റെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് മാറ്റിയിരിക്കുന്നത്. റവന്യൂ വകുപ്പിലെ ഓഫീസുകളിൽ NGO യൂണിയൻ നടത്തുന്ന സമരം തുടർന്നാൽ CPM ഭരിക്കുന്ന മറ്റു വകുപ്പുകളിൽ മറുപടി സമരം സംഘടിപ്പിക്കാനാണ് ജോയിന്റ് കൌൺസിൽ നീക്കം. NGO യൂണിയൻ സമരം സിവിൽ സ്റ്റേഷൻ ഓഫീസുകളിലെ പ്രവർത്തനത്തെ ബാധിച്ചു. മീഡിയ 1 കോഴിക്കോട്. സെക്രട്ടേറിയറ്റിനു മുന്നിൽ ഇന്ന് സമരപ്പെരുമഴ. 10ഓളം സമരങ്ങളാണ് നടക്കുന്നത്. റോഡ് തടഞ്ഞ മാർച്ചുള്ളതിനാൽ MG റോഡിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. തിരക്ക് നിയന്ത്രിക്കാൻ കനത്ത പോലീസ് വിന്യാസവുമുണ്ട്. AITUCയുടെ കയർ സംരക്ഷണ സമരം, സ്പെഷ്യൽ സ്കൂളുകൾ അടച്ചുപൂട്ടുന്നതിനെതിരായ സമരം ഉൾപ്പെടെയാണ് നടക്കുന്നത്. സെക്രട്ടേറിയറ്റിനു മുന്നിലെ ആശാവർക്കർമാരുടെ രാപകൽ സമരം 10ാം ദിവസവും തുടരുന്നു. സമരക്കാർക്കെതിരെ കേസെടുക്കാൻ ഇത് സ്റ്റാലിന്റെ റഷ്യയല്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. ഇന്നലെ കുടിശ്ശിക ഓണറേറിയം അനുവദിച്ച് ഉത്തരവിറക്കിയിരുന്നെങ്കിലും തുക അക്കൗണ്ടുകളിലേക്ക് എത്തിത്തുടങ്ങിയിട്ടില്ല. മുഴുവൻ ആവശ്യങ്ങളും അംഗീകരിക്കുന്നതുവരെ സമരം തുടരുമെന്നാണ് ആശാവർക്കർമാരുടെ നിലപാട്. കുടിശ്ശിക ഓണറേറിയം തുക അനുവദിച്ച് ഉത്തരവിറക്കിയത് സമരത്തെ ദുർബലപ്പെടുത്താനാണെന്ന് സമരസമിതി വിലയിരുത്തുന്നു. നാളെ നടക്കാനിരിക്കുന്ന മഹാസംഗമം വലിയ വിജയമാക്കാനുള്ള ഒരുക്കങ്ങളിലാണ് സമരപന്തൽ. ഇത് ഞങ്ങളുടെ നാളത്തെ മഹാസമരത്തെ പൊളിക്കാനുള്ളൊരു തന്ത്രമായിട്ടേ കാണുന്നുള്ളൂ. കാരണം ഇത് ഇട്ടു എന്ന് വെച്ച് കുറച്ച് ആശമാരെ വരാതിരിക്കുക. പക്ഷേ ഇട്ട് കഴിഞ്ഞാൽ വളരെ നല്ല കാര്യമാണ്. ആ പൈസ വണ്ടിക്കൂലി എടുത്ത് ആശമാർ ഇവിടെ എത്തുമെന്ന് വിശ്വസിക്കുന്നു. പിന്തുണ പ്രഖ്യാപിച്ചെത്തിയ പ്രതിപക്ഷ നേതാവ് VD സതീശൻ സമരപന്തലിൽ വലിയ ആവേശമുണ്ടാക്കി. സമരം കേരളത്തിലെ സ്ത്രീകളുടെ ശക്തിയെന്തെന്ന് കാണിച്ചു തന്നു. സമരം അനാവശ്യമാണെന്ന് പറഞ്ഞ ആരോഗ്യമന്ത്രിയെയും സമരക്കാർക്കെതിരെ കേസെടുത്തതിന് മുഖ്യമന്ത്രിയെയും പ്രതിപക്ഷ നേതാവ് കടുത്ത ഭാഷയിൽ വിമർശിച്ചു. സെക്രട്ടേറിയറ്റിന്റെ മുന്നിലെ സമരം ചെയ്തതിന് ഇതിന്റെ നേതാക്കളോട് പോലീസ് സ്റ്റേഷനിൽ ഹാജരാകാൻ പറയും. എനിക്ക് മുഖ്യമന്ത്രിയോട് പറയാനുള്ളത് ഇത് സ്റ്റാലിന്റെ രക്ഷയല്ല, ഇത് നമ്മുടെ കേരളമാണ്. മുഖ്യമന്ത്രിയോടും ധനമന്ത്രിയോടും ആരോഗ്യമന്ത്രിയോടും വിഷയം സംസാരിക്കുമെന്ന് പ്രതിപക്ഷ നേതാവിന്റെ ഉറപ്പ്. 3 മാസത്തെ ഇൻസെന്റീവ് തുക ഇനിയും വിതരണം ചെയ്തിട്ടില്ല. ഓണറേറിയം വർധനവടക്കം നിരവധി ആവശ്യങ്ങൾ ഇനിയും പരിഹരിക്കേണ്ടതുണ്ട്. മീഡിയ 1 തിരുവനന്തപുരം. സംസ്ഥാനത്തെ PSC അംഗങ്ങളുടെ ശമ്പളം വർദ്ധിപ്പിച്ച് സർക്കാർ. PSC ചെയർമാന് ജില്ലാ ജഡ്ജിമാരുടെ സൂപ്പർ ടൈം സ്കെയിൽ, അംഗങ്ങൾക്ക് ജില്ലാ ജഡ്ജിമാരുടെ സെലക്ഷൻ ഗ്രേഡ് സ്കെയിലും നൽകി. മന്ത്രിസഭാ യോഗത്തിന്റേതാണ് തീരുമാനം. നേരത്തെ വിമർശനമുയർന്നപ്പോൾ ശുപാർശ മാറ്റിവച്ചിരുന്നു. KR സാജു തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകും. സാജു, ഒരു നിസാര തുകയ്ക്കായി ആശാവർക്കർമാർ വെയിലത്തിരുന്ന് സമരം ചെയ്യാൻ തുടങ്ങിയിട്ട് ദിവസങ്ങളായെങ്കിലും അതിന് അനുവദിച്ചു കൊടുക്കാൻ സർക്കാരിന് പണമില്ല. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലും PSC ചെയർമാനും അംഗങ്ങൾക്കും വലിയ സ്കെയിലിൽ തന്നെ ശമ്പളം കൂട്ടുന്നതിന് സർക്കാരിന് മറ്റൊന്നും തടസ്സമായില്ല, അല്ലേ?
ജിൽസി, ശമ്പളം മാത്രമല്ല ആനുകൂല്യങ്ങളിലും വർധനവ് വരുത്തിക്കൊണ്ടാണ് മന്ത്രിസഭയുടെ തീരുമാനം എത്തിയിരിക്കുന്നത്. കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ ചെയർമാൻ അംഗങ്ങൾക്കൊക്കെ ശമ്പളത്തിനൊപ്പം ആനുകൂല്യങ്ങൾ കൂടി വർദ്ധിപ്പിച്ചു നൽകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇതിൽ ചെയർമാന് ജില്ലാ ജഡ്ജിമാരുടെ സൂപ്പർ ടൈം സ്കെയിലിലെ ഏറ്റവും പരമാവധി ശമ്പളം നൽകും എന്നാണ് മന്ത്രിസഭയുടെ തീരുമാനം. അംഗങ്ങൾക്ക് ഉള്ളത് ജില്ലാ ജഡ്ജിമാരുടെ സെലക്ഷൻ ഗ്രേഡ് സ്കെയിലിലെ പരമാവധി തുകയ്ക്ക് തുല്യമായിരിക്കും എന്നുള്ളതാണ്. അതായത് ആ 2 സ്കെയിലിലും ഏറ്റവും ഉയർന്ന ശമ്പളം എത്രയാണോ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അതായിരിക്കും ഇനി മുതൽ PSC ചെയർമാൻ്റെയും PSC അംഗങ്ങളുടെയും ശമ്പളവും. അതുപോലെ പുതുക്കിയ ശമ്പളത്തിലേക്ക് പറയാൻ സർക്കാരിൻ്റെ ന്യായീകരണം മന്ത്രിസഭാ യോഗത്തിൻ്റെ വാർത്താക്കുറിപ്പിലുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളിലെ PSC ചെയർമാൻ്റെയും അംഗങ്ങളുടെയും നിലവിലുള്ള സേവന വേതന വ്യവസ്ഥകൾ ഉൾപ്പെടെ പരിഗണിച്ചതിന് ശേഷമാണ് തീരുമാനം എന്ന് പറയുന്നു. സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ് എന്നാണ് ധനമന്ത്രി അങ്ങോട്ട് തിരിഞ്ഞാലും ഇങ്ങോട്ട് തിരിഞ്ഞാലും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നേരത്തെ ജിൽസി സൂചിപ്പിച്ചതുപോലെ തന്നെ ആശാ വർക്കർമാരുടെ ഹോണറേറിയം ഇൻസെൻറ്റീവും ഒന്നും സമയബന്ധിതമായി കൊടുക്കാൻ കാശില്ലാത്ത ധനവകുപ്പ്, പദ്ധതി വിഹിതം 50% വെട്ടിക്കുറച്ച ധനവകുപ്പ്, ഇതൊക്കെയുണ്ടെങ്കിലും രാഷ്ട്രീയമായി കൂടി നിയമിക്കപ്പെടുന്ന PSCയിലെ അംഗങ്ങൾ അടക്കമുള്ളവർക്ക് ഉന്നതമായ ശമ്പളം കൊടുക്കാൻ സർക്കാരിൻ്റെ ഈ പണമുണ്ട്. ഒപ്പം തന്നെ വ്യവസായ ട്രിബ്യൂണലുകളിലെ പ്രിസൈഡിംഗ് ഓഫീസർമാരുടെ ശമ്പളവും അലവൻസുകളും സബോർഡിനേറ്റ് ജുഡീഷ്യറിയിലെ ജുഡീഷ്യൽ ഓഫീസർമാരുടേതിന് സമാനമായി പരിഷ്കരിക്കാനുള്ള തീരുമാനവും ഇന്നത്തെ മന്ത്രിസഭാ യോഗം എടുത്തിട്ടുണ്ട്. ജിൽസി. ശരി സാജു, എന്തായാലും കടുത്ത സാമ്പത്തിക പ്രതിസന്ധി പറയുമ്പോഴും PSC ചെയർമാനും അംഗങ്ങൾക്കും ശമ്പളവും ആനുകൂല്യങ്ങളും നൽകാൻ, അത് മറ്റ് സംസ്ഥാനങ്ങളോട് കിടപിടിക്കുന്ന രീതിയിൽ തന്നെ നൽകാൻ സർക്കാരിന് മടിയില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അവർക്ക് വെയിലത്തും മഴയത്തും ഇറങ്ങി സമരം ചെയ്യേണ്ടിയും വന്നില്ല. സർക്കാർ ആനുകൂല്യങ്ങൾ വാരിക്കോരി കൊടുത്തിരിക്കുന്നു. KR സാജുവാണ് വിവരങ്ങൾ നൽകിയത്. UGC കരട് നയത്തിനെതിരായ കൺവെൻഷന്റെ മാർഗനിർദ്ദേശങ്ങൾ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് പുറത്തിറക്കി. പരിപാടിയുടെ ചെലവുകൾ അതത് സർവകലാശാലകൾ വഹിക്കണം. പങ്കെടുക്കുന്ന അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും ഡ്യൂട്ടി ലീവ് നൽകുമെന്ന് മാർഗരേഖയിലുണ്ട്. കൺവെൻഷനെതിരെ കേരള സർവകലാശാല വൈസ് ചാൻസലർ ഗവർണറെ സമീപിച്ചു. കേരളയിലെ BJP സിൻഡിക്കേറ്റ് അംഗങ്ങൾ കൺവെൻഷനിൽ പങ്കെടുക്കില്ല. നാളെയാണ് UGC കരട് നയത്തിനെതിരായി ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് സംഘടിപ്പിക്കുന്ന ദേശീയ കൺവെൻഷൻ. കൺവെൻഷനിൽ BJP ഇതര സർക്കാരുകളുടെ വിദ്യാഭ്യാസ മന്ത്രിമാർ പങ്കെടുക്കും. ഈ കൺവെൻഷനുമായി ബന്ധപ്പെട്ട മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിരിക്കുകയാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ്. കൺവെൻഷന്റെ ചെലവിന് വേണ്ടിവരുന്ന തുക അതത് സർവകലാശാലകൾ സ്വന്തം ഫണ്ടിൽ നിന്ന് എടുക്കണം എന്നാണ് നിർദ്ദേശം. ഓരോ സർവകലാശാലകളും സ്ഥാപനങ്ങളും കൺവെൻഷനിൽ പങ്കെടുപ്പിക്കേണ്ട ആളുകളുടെ എണ്ണവും സർക്കാർ നിശ്ചയിച്ച് നൽകിയിരിക്കുന്നു. തിരുവനന്തപുരത്തായതിനാൽ കേരള സർവകലാശാല 400ഉം സാങ്കേതിക സർവകലാശാല 100ഉം പേരെ പങ്കെടുപ്പിക്കണം. പങ്കെടുക്കുന്ന അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും ജീവനക്കാർക്കും ഡ്യൂട്ടി ലീവ് അനുവദിക്കും. പരിപാടിയുടെ പങ്കാളിത്ത സർട്ടിഫിക്കറ്റ് ഹാജരാക്കുന്ന മുറയ്ക്കാണ് അവധി അനുവദിക്കുക. അതേസമയം കൺവെൻഷനെതിരെ ചാൻസലർ കൂടിയായ ഗവർണർക്ക് കത്തയച്ചിരിക്കുകയാണ് കേരള സർവകലാശാല വൈസ് ചാൻസലർ മോഹനൻ കുന്നുമ്മൽ. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി കരട് നയം ചർച്ച ചെയ്യാൻ എന്ന് കാട്ടിയാണ് കൺവെൻഷൻ ക്ഷണിച്ചത്. പ്രതിഷേധം എന്ന സൂചന എവിടെയും നൽകിയിട്ടില്ല. എന്നാൽ UGCക്കെതിരായ സമരമാണ് പരിപാടിയെന്ന് ഇപ്പോൾ വ്യക്തമാകുന്നു. ഇതൊക്കെ സംസ്ഥാനത്ത് കേട്ടുകേൾവി പോലുമില്ലാത്ത കാര്യമെന്ന് കത്തിലെഴുതിയ VC കൺവെൻഷനിൽ പങ്കെടുക്കുന്നത് സംബന്ധിച്ച് നിർദ്ദേശം നൽകണമെന്നും ചാൻസലറോട് ആവശ്യപ്പെടുന്നു. വിഷയത്തിൽ ചാൻസലറായ ഗവർണറുടെ നിലപാട് നിർണായകമാകും. ഗോപാൽ ശീലാസനൽ, മീഡിയ 1, തിരുവനന്തപുരം. SFI സംസ്ഥാന സമ്മേളനത്തിന് തിരുവനന്തപുരത്ത് തുടക്കം. വിദ്യാർത്ഥി റാലിക്ക് ശേഷം നടന്ന പൊതുസമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. പ്രതിനിധി സമ്മേളനം ക്യൂബൻ അംബാസിഡർ ജുവാൻ കാർലോസ് മാർസൻ അഗ്യുലേറയാണ് ഉദ്ഘാടനം ചെയ്യുക. മൌലിക പ്രശ്നങ്ങളിൽ ഗൌരവമായി ഇടപെടുന്ന സംഘടനയാണ് SFI എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. SFIക്കെതിരായ ആരോപണങ്ങൾ പർവ്വതീകരിക്കുന്നത് പൊതുവായ നിലപാടിന്റെ ഭാഗമാണെന്നും പിണറായി വിജയൻ പറഞ്ഞു. ഒന്നിന്റെ മുന്നിലും പതറാതെ മുന്നോട്ട് പോയ പാരമ്പര്യമാണ് SFIക്കും SFIയിൽ അണിനിരന്ന വിദ്യാർത്ഥി സഖാക്കൾക്കുമുള്ളത്. പക്ഷെ ഒരു കാര്യത്തിൽ നിങ്ങൾക്കെല്ലാം അഭിമാനിക്കാം, SFIക്ക് അഭിമാനിക്കാം. കാരണം നിരവധി സഖാക്കൾ രക്തസാക്ഷിത്വം വരിച്ചു. അതിൽ KSUവിൻ്റെ ആക്രമണമുണ്ട്. കോൺഗ്രസിലെ പടലപ്പിണക്കങ്ങളിൽ മുസ്ലിം ലീഗിന് അതൃപ്തി. ഒറ്റക്കെട്ടായി നിൽക്കാൻ UDF നേതാക്കളും ഘടകകക്ഷികളും തയ്യാറാകണമെന്ന് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം പറഞ്ഞു. മലപ്പുറത്ത് തുടരുന്ന ലീഗ് നേതൃയോഗത്തിലും കോൺഗ്രസിലെ അസ്വാരസ്യങ്ങളിലുള്ള അതൃപ്തി നേതാക്കൾ ഉന്നയിക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ 3 ടേം വ്യവസ്ഥയും ചർച്ചയ്ക്ക് വരും.
മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ചർച്ചകൾക്ക് പിന്നാലെ തരൂർ വിവാദം. കോൺഗ്രസ് നേതൃതലത്തിലുള്ള വിവാദങ്ങളിൽ മുസ്ലിം ലീഗ് കടുത്ത അതൃപ്തിയിലാണ്. ഭരണത്തിലേക്ക് തിരിച്ചുവരാനുള്ള സാധ്യതകൾ അടയ്ക്കുന്നതാണ് നേതൃനിലയെ അനയിക്കുമെന്നാണ് ലീഗ് വിലയിരുത്തൽ. ലീഗ് സംസ്ഥാന നേതൃത്വത്തിലും പല നേതാക്കളും വിഷയം ഉന്നയിച്ചു. UDF ഒറ്റക്കെട്ടായി ഐക്യത്തോടു കൂടി പോകേണ്ട സമയമാണിത്. കേരളത്തിലെ ജനങ്ങൾ അത് ആഗ്രഹിക്കുന്നുണ്ട്. അതിനോടൊപ്പം നിൽക്കാൻ UDF നേതാക്കന്മാരും ഘടകകക്ഷികളും തയ്യാറാകണം എന്ന അഭിപ്രായം മുസ്ലിം ലീഗിനുണ്ട്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നടപ്പാക്കിയ 3 നിബന്ധന നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് ബാധകമാക്കണമെന്ന ആലോചനയും മുസ്ലിം ലീഗിനുണ്ട്. PK കുഞ്ഞാലിക്കുട്ടി, MK ബിന്ദു തുടങ്ങി ഏതാനും പേർക്ക് ഇളവ് നൽകിയാകും തീരുമാനം നടപ്പിലാക്കുക. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 30% സീറ്റ് യുവാക്കൾക്ക് നൽകാനുള്ള തീരുമാനവും പാർട്ടി കൈക്കൊണ്ടേക്കും. പാർട്ടി സംസ്ഥാന ഭാരവാഹികൾ, സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ, MLA മാർ തുടങ്ങിയവരാണ് നേതൃയോഗത്തിൽ പങ്കെടുക്കുന്നത്. കോഴിക്കോട് ബ്യൂറോയ്ക്കൊപ്പം മീഡിയ 1 മലപ്പുറം. മലപ്പുറം വാഴക്കാട്ടെ 17-കാരിയുടെ ദുരൂഹ മരണത്തിൽ CBI അന്വേഷിക്കണമെന്ന ബാലാവകാശ കമ്മീഷന്റെ ശുപാർശയിൽ നടപടിയെടുക്കാതെ സർക്കാർ. കുറ്റവാളികളെ ശിക്ഷിക്കും വരെ നിയമ പോരാട്ടം തുടരാനാണ് കുടുംബത്തിന്റെയും നാട്ടുകാരുടെയും തീരുമാനം. 1 വർഷം മുൻപാണ് കാരാട്ടെ അധ്യാപകനെതിരെ പീഡന പരാതി കൊടുത്തതിന് പിന്നാലെ 17-കാരിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 2024 ഫെബ്രുവരി 19 വാഴക്കാട് മുട്ടിങ്ങൽ കടവിൽ ദുരൂഹ സാഹചര്യത്തിൽ 17-കാരിയുടെ മൃതദേഹം കണ്ടെത്തിയത്. പെൺകുട്ടിയുടേത് കൊലപാതകമെന്ന് കുടുംബവും നാട്ടുകാരും ഉറച്ചു വിശ്വസിക്കാൻ കാരണങ്ങളുണ്ട്. പുഴയിലുണ്ടായിരുന്നത് മുട്ടിനു താഴെ മാത്രം വെള്ളം. മൃതദേഹത്തിൽ മേൽവസ്ത്രങ്ങൾ ഉണ്ടായിരുന്നില്ല. കൈ രണ്ടും കെട്ടി പിന്നീട് അഴിച്ചുമാറ്റിയ നിലയിലായിരുന്നു. ശരീരത്തിൽ മുറിവുകളുണ്ടായിരുന്നു. അതിനപ്പുറത്തേക്ക് പ്രധാനപ്പെട്ട മറ്റൊരു കാരണം കൂടി. കരാത്തെ അധ്യാപകൻ ഇങ്ങനെ വർഷങ്ങളായിട്ട് കുട്ടികളെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ശക്തമായ നിയമ പോരാട്ടവുമായി ഞങ്ങൾ മുന്നോട്ട് പോകുമ്പോഴാണ് ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചു കാണുന്നത്. പെൺകുട്ടിയുടെ മരണത്തിൽ CBI അന്വേഷണം ശുപാർശ ചെയ്ത് ബാലാവകാശ കമ്മീഷൻ റിപ്പോർട്ട് നൽകിയിരുന്നു. പോലീസ് അന്വേഷണത്തിലെ കണ്ടെത്തലുകളിൽ വൈരുദ്ധ്യമുണ്ടെന്നും കമ്മീഷൻ നിരീക്ഷിച്ചു. തുടർ നടപടി നിർദ്ദേശിച്ച് ആഭ്യന്തര വകുപ്പിന് റിപ്പോർട്ട് നൽകി 5 മാസമായിട്ടും നടപടിയില്ല. CBI അന്വേഷണം ആവശ്യപ്പെട്ട് പെൺകുട്ടിയുടെ കുടുംബം നേരത്തെ മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയിരുന്നു. കൊലപാതകത്തിന് പിന്നിലുള്ള ആൾക്കാരാരാണെന്ന് കണ്ടുകിട്ടുന്നതിന് വേണ്ടി ഒരു നല്ലൊരു അന്വേഷണം, ഒരു CBI അന്വേഷണം വേണമെന്നാണ് കുടുംബം എന്നുള്ള നിലക്കും ഉമ്മ എന്നുള്ള നിലക്കും ഞാൻ ആവശ്യപ്പെടുന്നത്. ആദ്യം വാഴക്കാട് പോലീസ് അന്വേഷിച്ച കേസ് പിന്നീട് ക്രൈംബ്രാഞ്ചിന് കൈമാറിയിരുന്നു. പെൺകുട്ടിയുടെ മരണത്തിന് പിന്നാലെ പോക്സോ വകുപ്പ് ചുമത്തി അറസ്റ്റ് ചെയ്ത കരാട്ട അധ്യാപകൻ സിദ്ദീഖ് അലി ഇപ്പോൾ വിയ്യൂർ ജയിലിലാണ്. മീഡിയ 1 മലപ്പുറം. പത്തനംതിട്ട പെരുന്നാട്ടിൽ കൊല്ലപ്പെട്ട CITU പ്രവർത്തകൻ ജിതിന്റെ മൃതദേഹം ഉച്ചയ്ക്ക് 2 മണിയോടെ സംസ്കരിക്കും. രാവിലെ കോന്നി മെഡിക്കൽ കോളേജിൽ നിന്ന് വിലാപയാത്രയായി പെരുന്നാട്ടിലെത്തിച്ച മൃതദേഹത്തിൽ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനടക്കമുള്ള നേതാക്കളെത്തി അന്തിമോപചാരം അർപ്പിച്ചു. RSSന്റെ കൊലക്കത്തിക്കിരയായാണ് ജിതിൻ മരിച്ചതെന്ന് MV ഗോവിന്ദൻ ആരോപിച്ചു. ICC ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് ടൂർണമെന്റിന് ഇന്ന് തുടക്കം. പാകിസ്ഥാനും ന്യൂസിലാൻഡും തമ്മിലാണ് ഉദ്ഘാടന മത്സരം. നാളെ ബംഗ്ലാദേശുമായാണ് ഇന്ത്യയുടെ ആദ്യ മത്സരം. 2 ഗ്രൂപ്പുകളിലായി 8 വമ്പന്മാർ ഏറ്റുമുട്ടും. ഗ്രൂപ്പ് എയിൽ ഇന്ത്യക്കൊപ്പം പാകിസ്ഥാൻ, ന്യൂസിലാൻഡ്, ബംഗ്ലാദേശ്. അഫ്ഗാനിസ്ഥാനും ഓസ്ട്രേലിയയും ദക്ഷിണാഫ്രിക്കയും ഇംഗ്ലണ്ടും അടങ്ങുന്നതാണ് ഗ്രൂപ്പ് ബി. ഗ്രൂപ്പുകളിലെ ആദ്യ 2 സ്ഥാനക്കാർ സെമിയിലേക്കെത്തും. മാർച്ച് 9 കലാശപ്പോര്. പാകിസ്ഥാനിലും ദുബൈയിലുമായാണ് ചാമ്പ്യൻസ് ട്രോഫി മത്സരങ്ങൾ നടക്കുക. ദുബൈയിലേത് കൂടുതലും ഇന്ത്യയുടെ മത്സരങ്ങളാണ്. 1996 ലോകകപ്പിന് ശേഷം ആദ്യമായാണ് പാകിസ്ഥാൻ ICCയുടെ ഒരു പ്രധാനപ്പെട്ട ടൂർണമെന്റിന് വേദിയാവുന്നത്. കറാച്ചിയിലെ നാഷണൽ ബാങ്ക് സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 2:30 പാകിസ്ഥാൻ ന്യൂസിലാൻഡ് ഉദ്ഘാടന മത്സരം. ഗ്രൂപ്പ് എയിൽ നാളെ ബംഗ്ലാദേശുമായാണ് ഇന്ത്യയുടെ ആദ്യ മത്സരം. ഈ മാസം 23 ഇന്ത്യ പാകിസ്ഥാൻ സൂപ്പർ പോരാട്ടം നടക്കുക. ഗ്രൂപ്പിലെ അവസാന മത്സരത്തിൽ മാർച്ച് 2 ന്യൂസിലാൻഡുമായാണ് ഇന്ത്യ പോരടിക്കുക. സ്പോർട്സ് ഡെസ്ക് മീഡിയ 1. ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോൾ പ്രീ ക്വാർട്ടർ 2ാം പാദത്തിൽ ഇന്ന് റയൽ മാഡ്രിഡ് മാഞ്ചസ്റ്റർ സിറ്റി പോരാട്ടം. റയലിന്റെ തട്ടകമായ സാന്റിയോ ബർണബ്യൂവിൽ പുലർച്ചെ 1:30 മത്സരം. ആദ്യ പാദത്തിൽ റയൽ 3-2 ജയിച്ചിരുന്നു. PSG ബ്രസ്റ്റിനെയും യുവന്റസ് PSVയെയും നേരിടും. ബൊറൂസിയ ഡോട്ട്മുണ്ട് സ്പോർട്ടിംഗുമായി ഏറ്റുമുട്ടും. രഞ്ജി ട്രോഫി സെമിയിൽ ഗുജറാത്തിനെതിരെ കേരളം 1ാം ഇന്നിംഗ്സിൽ 457 റൺസിന് ഓൾ ഔട്ടായി. 177 റൺസുമായി പുറത്താകാതെ നിന്ന മുഹമ്മദ് അസറുദ്ദീന്റെ ഇന്നിംഗ്സാണ് കേരളത്തിന് കൂറ്റൻ സ്കോർ സമ്മാനിച്ചത്. ക്യാപ്റ്റൻ സച്ചിൻ ബേബി, സൽമാൻ നിസാർ എന്നിവർ അർദ്ധ സെഞ്ചുറി നേടി മികച്ച പിന്തുണ നൽകി. 1ാം ഇന്നിംഗ്സിൽ ബാറ്റിംഗ് തുടങ്ങിയ ഗുജറാത്ത് വിക്കറ്റ് നഷ്ടപ്പെടാതെ 91 റൺസ് നേടിയിട്ടുണ്ട്. ഫസ്റ്റ് റൗണ്ട് പൂർണ്ണമായി